ഏതൊരു നുണയെയും സത്യമാക്കി മാറ്റാനുള്ള അസാമാന്യമായിട്ടൊരു കഴിവ് CPM-ന്റെ ആളുകൾക്കുണ്ട്. ഇപ്പൊ പകലാണെന്ന് CPM നേതാക്കന്മാർക്ക് പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിയും. അതുപോലെയാണ് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞത് സന്ദീപാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന രീതിയിൽ ഇപ്പോഴും CPM-ന്റെ ആളുകൾ, ഗോവൻ മാത്രമല്ല CPM-ന്റെ മിക്കവാറും സൈബർ അണികൾ ഇപ്പോഴും എനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാസ്തവത്തിൽ അത് പറഞ്ഞത് അവരുടെ തന്നെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സ്വരാജ് ആണ് എന്നുള്ളത് പലതവണ അയ്യപ്പദാസ് ആവർത്തിച്ചിട്ടും അവരത് വീണ്ടും വീണ്ടും ഇതേ ആക്ഷേപം എനിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അതാണ് നിൽക്കട്ടെ, ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നിടത്തോളം കാലം അവർക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാനുള്ള ഒരു സ്പേസും ഒരു കാരണവശാലും ഇല്ല എന്നുള്ളത് 100% സത്യമാണ്. ഗോപൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള ക്രെഡിബിലിറ്റി ഇല്ല. അദ്ദേഹം നുണ പറയാന്ന് പറയാം, പക്ഷെ അദ്ദേഹത്തിന് വേറെ നിർത്തിയില്ല. ഗോപനെ പോലെയുള്ള ഒരാൾക്ക് ചർച്ചയിൽ വന്നിരുന്നിട്ട് CPM-നെ രക്ഷിക്കാൻ ഇതിലപ്പുറം എന്താ പറയാൻ സാധിക്കുക? ഇവിടെ പിന്നെ നേരത്തെ ഞാൻ കോടതി വിധികളെ കുറിച്ച് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇന്ന് പുറത്തു വന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇനി ആ കോടതി വിധികൾ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യം പുറത്തു പങ്കുവയ്ക്കാം. ഇപ്പൊ അത് അവൈലബിൾ അല്ല കൈവശം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാം. ഈ പറയുന്ന ശ്രീവരാഹം ക്ഷേത്രത്തിലെയും കൊടുങ്ങല്ലൂരിലെയും ഒക്കെ വാജിവാഹനം തന്ത്രിമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈക്കോടതി വിധി ഉണ്ടെന്ന് പറയുന്നു. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പോറ്റിയെ കയറ്റിയതാരാണോ 2006 ശേഷം ഇത്രയും കാലം ഇവിടെ ഭരിക്കുമ്പോൾ ഇതെല്ലാം എടുത്ത് അവർ കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും അവർക്ക് ബാധകമേ ആയിരുന്നില്ല. ഉണ്ണീഷൻ പോറ്റി കള്ളനാണെന്ന് കണ്ടിട്ടും എന്തുകൊണ്ട് ഏറ്റവും അവസാനം വരെ സംരക്ഷിച്ചു? ഈ കളവ് പുറത്തു വരാതെ എന്തുകൊണ്ട് നിങ്ങൾ പിടിച്ചു നിർത്തി? ഹൈക്കോടതി ഇടപെടൽ എന്തുകൊണ്ട് വേണ്ടി വന്നു? നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഈ തന്ത്രസമുച്ചയത്തെ കുറിച്ചൊക്കെ പറയുന്ന ആളുകൾ ദേവസ്വം മാനുവലിനെ കുറിച്ച് എന്താ പറയാത്തത്? ദേവസ്വം മാനുവൽ പ്രകാരം ഈ സാധനങ്ങളൊക്കെ പുറത്തുവിട്ട് നന്നാക്കാൻ പാടുണ്ടോ? ഇതെല്ലാം ക്ഷേത്രത്തിന്റെ പരിധിക്ക് അകത്തിരുന്നു കൊണ്ടല്ലേ സ്വർണം പൂശൽ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. എങ്ങനെ നിങ്ങൾ ദേവസ്വം മാനുവൽ, അതായത് സർക്കാരിന്റെ കൈവശമുള്ള സർക്കാരിന്റെ രേഖ പ്രകാരം നിങ്ങൾ എങ്ങനെ ഇതെടുത്ത് ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും കൊടുത്തയച്ചു? അതിന് വല്ല മറുപടി ഉണ്ടോ? തന്ത്രസമുച്ചയം വ്യാഖ്യാനിക്കാൻ നടക്കുന്നത് സംസ്കൃതം അറിയാത്ത CPM നേതാക്കന്മാർ ഇപ്പൊ തന്ത്രസമുച്ചയം വ്യാഖ്യാനിക്കാൻ നടക്കാണ്. തന്ത്രസമുച്ചയമൊക്കെ ഹൈക്കോടതി വ്യാഖ്യാനിച്ചോളും, അതിനൊന്നും യാതൊരു പ്രയാസവും. അങ്ങനെ വല്ല ഇനിയിപ്പോ UDF-ന്റെ കാലത്ത് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. ഇവിടെ ദേവൻ അവകാശപ്പെട്ട ഭക്തർ സമർപ്പിച്ച നയാ പൈസയുടെ നഷ്ടം കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഒരു അയ്യപ്പ വിശ്വാസി എന്നുള്ള എനിക്ക് പറയുകയാണ്. നയാ പൈസ. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? എന്നെ എന്തോ ഇടനിലക്കാരനായിട്ട് ഉപയോഗിച്ചു, കോൺഗ്രസ് ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് CPM-ന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി കോൺഗ്രസ് ചേർന്നയാളാ, മറക്കരുത്. തന്നത് AK ബാലനാണ്. CPM-ന്റെ സമുന്നത കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന AK ബാലനാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ട്. ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണ് ഞാൻ KPC ഹൗസിലേക്ക് വന്നത്. ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ലവനായിട്ടുള്ള നല്ല ഒന്നാന്തര സഖാവെന്ന് പറഞ്ഞത് നിങ്ങൾ നേതാക്കന്മാരാണ്. എന്നിട്ട് ഞാൻ ഇപ്പൊ ബീഹാറിൽ MLA-മാര് പോയതടക്കം ഞാൻ ആ ഇടനിലക്കാരെന്നാ പറയുന്നത്. ഞാൻ അറിയാതെ എന്നെ തന്നെ നിങ്ങൾ വലിയൊരു അധോലോകമാക്കി മാറ്റിയാണല്ലോ. എന്തൊരു കഷ്ടമാണിത്. അപ്പൊ ഈ പറയുന്നത് നിങ്ങൾ റെജി ലൂക്കോസിന് ആര് കൊണ്ടുപോയി കൊടുത്തതാ? ഇടനിലുന്നത് ആരാ? ശരി, ഈ കഴിഞ്ഞ ദിവസം വരെ ചാനൽ ചർച്ചയിൽ വന്ന് പിണറായി വിജയന് വേണ്ടി ജയ് പാടിയിരുന്ന റെജി ലൂക്കോസ് ഇന്ന് അപ്പുറത്തിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, പിണറായി വിജയന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതേ കാര്യമാണെന്ന് ചോദിച്ചു. പിണറായി വിജയന്റെ കുറ്റം പറയുന്നതിൽ BJP-ക്കും കോൺഗ്രസിനും ഒരേ തെറ്റാണ്. കോൺഗ്രസ് പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ഭരണത്തെയും വിമർശിക്കുന്ന പോലെ BJP വിമർശിക്കുന്നില്ല. പിണറായി സർക്കാരിന് എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും അവർ ഒരുക്കി കൊടുക്കുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള BJP-യുടെ സംസ്ഥാന നേതാക്കന്മാരെ പ്രസ്ഥാനങ്ങൾ പരിശോധിച്ചോ? ഈ LDF സർക്കാരിനെതിരായിട്ടുള്ള കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു വിമർശനമോ ഒരു സമരമോ ഒരു തരത്തിലുള്ള എതിർപ്പോ BJP-യുടെ നേതാക്കന്മാർക്കില്ല. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സ്വപ്നം കണ്ട് നടക്കുകയാണ് രണ്ടു കൂട്ടരും. ഞങ്ങളുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ CPM-ന്റെ ഈ വൈകിയ വേളയിലെ ജനസമ്പർക്ക പരിപാടിക്ക് അതിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ ഗോപനും അതുപോലെ തന്നെ ചർച്ചയ്ക്ക് വരുന്ന അനിലും ജയിക്കും അടക്കമുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്ന നെറേറ്റീവുകളുമായിട്ടാണല്ലോ ഇവരെല്ലാവരും ജനസമ്പർക്കവുമായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ അവർ പറയുന്ന ന്യായീകരണമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും വീടുകളിൽ പോകുമ്പോൾ അവരുടെ നെറേറ്റീവ് എന്ന് പറയുന്നത്. വളരെ അപഹാസ്യമായിട്ടുള്ള ഈ വാദമുഖങ്ങൾ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനത പുച്ഛിച്ച് തള്ളും എന്നുള്ള ഒരു തർക്കവും വേണ്ട. ഇവരൊക്കെ ചാനലിൽ പറയുന്ന വളരെ അപഹാസ്യമായിട്ടുള്ള നിലനിൽക്കാത്ത നട്ടാൽ കിറുക്കാത്ത നുണകളുമായിട്ട് കേരള പൊതുസമൂഹത്തിലേക്ക് 10ാം വർഷം കടന്നു ചെല്ലുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് എന്നാണോ ഈ CPM-ന്റെ നേതൃത്വം വിചാരിച്ചിരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എഴുതിയിരിക്കുന്നത് 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകാതിരുന്ന, അഹങ്കാരത്തോടു കൂടി അവരെ സമീപിച്ച, അവരെ ആട്ടിയകറ്റിയ, ഒരു കറുപ്പ് ഡ്രസ് എടുത്ത് തൻ്റെ പരിപാടിക്ക് ഏതെങ്കിലും ഒരു നാട്ടുകാരൻ വന്നാൽ തല്ലി അവൻ്റെ പുറം പൊളിച്ചിരുന്ന മുഖ്യമന്ത്രി, അതല്ലെങ്കിൽ കേരളത്തിൽ മുഴുവൻ 100 കണക്കിന് കമാൻഡോ ഫോഴ്സുമായി കടന്നു പോകുമ്പോൾ വഴിയരികിൽ നിന്ന് കരിങ്കൊടി കാണിക്കുന്ന ചെറുപ്പക്കാരെ മുഴുവൻ ആട്ടി ഓടിക്കുന്ന മുഖ്യമന്ത്രി സംഘവും ഇപ്പോൾ 10ാം വർഷം ആ ജനങ്ങളെ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് അപഹാസ്യമായിട്ടൊരു ജനസമ്പർക്ക പരിപാടിയാണ്. ഇത് ജനസമ്പർക്ക പരിപാടിയല്ല. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരെ ഭീഷണി
ഭീഷണിപ്പെടുത്താനുള്ള ഒരു യാത്രയായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വോട്ട് ചെയ്യാത്തവരെ ഭീഷണിപ്പെടുത്താനുള്ള CPM-ന്റെ ഗുണ്ടാ സംഘത്തെ വീട്ടുമുറ്റത്തേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. അതല്ലാതെ ഇവിടെ ജനസമ്പർക്കം കൊണ്ടവർക്ക് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു നിൽക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടെന്ന് തലയിൽ ആൾതാമസമുള്ള ഒരാളും കരുതിയില്ല. കാരണം ഇതുപോലെയുള്ള വാദങ്ങളാണല്ലോ, ഇതുപോലെ തങ്ങളുടെ വാദങ്ങൾ പരാജയപ്പെടുമ്പോൾ അത് ചോദിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുക, അവരെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഏതെങ്കിലും പക്ഷത്താണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക. ഇതാണല്ലോ ഇവരെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. കുറേ ദിവസങ്ങളായി ഇവരെ ചാനൽ ചർച്ചയിൽ ഒരു ഇതെടുത്ത് പരിശോധിച്ചാൽ മതി. സാധാരണഗതിയിൽ ഞാനൊരു ചാനൽ ചർച്ചയിൽ മറ്റൊരു ചാനൽ ചർച്ചയിൽ പണ്ട് നടന്നൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നയാളല്ല. പക്ഷേ അയ്യപ്പദാസ് പറഞ്ഞു പോകാതിരിക്കാൻ വയ്യ. മിനിഞ്ഞാന്ന് ഞാനും ശ്രീ ഗോപനും ഇതുപോലെ മറ്റൊരു ചാനൽ ചർച്ചയ്ക്ക് പോയി. അവിടെ ഞാൻ സാന്ദർഭികമായിട്ട് ആയിഷ പോറ്റിയുടെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവതാരിക ചോദിച്ചു, ഈ ആയിഷ പോറ്റിക്ക് പാർട്ടിക്കകത്തുന്ന പ്രശ്നങ്ങളുണ്ടായെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ആയിഷ പോറ്റി പാർട്ടിക്കകത്തുണ്ടായ വിഷയങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ ഭാവിയിൽ തുറന്നു പറയുമായിരിക്കും, കൂടുതൽ പറയുമായിരിക്കും. ഗേർ ഗൗരിയമ്മ പോലും അവർക്ക് പാർട്ടിക്കകത്തുണ്ടായ പ്രയാസങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്, വളരെ കാലത്തിന് ശേഷമാണ്. ഉദാഹരണത്തിന് EMS-ന്റെ മകൻ KR ഗൗരിയമ്മയെ ചോത്തി ഗൗരി എന്ന സംസ്ഥാന കമ്മിറ്റി അകത്ത് വിളിച്ചു എന്നൊരു ആക്ഷേപമുണ്ട്. ആ ആക്ഷേപത്തെക്കുറിച്ച് KR ഗൗരിയമ്മ പറഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുപോലെ KR ഗൗരിയമ്മയ്ക്ക് പോലും ജാത്യാധിക്ഷേപം കേൾക്കേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോ ഗോപൻ അവിടെ ഇരുന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. EMS-നെ ആക്ഷേപിച്ചു, ഒരിക്കലും ഒരു പൊതുസമൂഹം എവിടെയും പ്രിന്റ് ചെയ്യാത്താണ്, ആരും പറയാത്താണ്, ഞാൻ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്റെ കയ്യിൽ ഇന്ന് അയച്ച് ജോണി ലൂക്കോസിന്റെ ഇത് മനോരമയിലായതുകൊണ്ട് പറയാ, മനോരമ ചാനലിൽ ഗൗരിയമ്മ അന്തരിച്ച കേരളത്തിന്റെ വിപ്ലവ നായിക ഗൗരിയമ്മ ഇക്കാര്യം ജോണി ലൂക്കോസിന്റെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോ എന്റെ കൈവശം ഇരിക്കുകയാണ്. അപ്പൊ ഗൗരിയമ്മ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പിന്നീട് ഗോപൻ മിനിഞ്ഞാന്ന് ചാനൽ വന്നിരുന്ന ശക്തിയുക്തം അങ്ങനെ സംഭവമേ ഇല്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയണം. അപ്പൊ ഗൗരിയമ്മ നുണ പറയുകയാണോ? കേരളത്തിന് വിപ്ലവ നായിക നുണ പറഞ്ഞോ? അവര് കൃത്യമായിട്ട് അവർക്ക് നേരിട്ട അനുഭവം പറഞ്ഞപ്പോ അതുപോലും ഇല്ല എന്ന് പരസ്യമായി പച്ച നുണ ചാനൽ വന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത കുറെ ആളുകളെ ഇപ്പൊ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ചാനലിൽ വന്നിരുന്ന് ന്യായീകരിക്കാൻ വേണ്ടി ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ലാത്ത ഒരു ന്യായവാദവും നിലനിൽക്കാത്ത ഒരു ക്രൈം, ശബരിമലയിലെ സ്വർണം CPM-ന്റെ നേതാക്കന്മാർ കട്ടെടുത്ത് കൊണ്ടുപോയ സംഭവത്തിൽ പറഞ്ഞു നിൽക്കാൻ വേണ്ടി, പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു അതിലപ്പുറം ഒരു ചുക്കൂല്ല. CPM-ന്റെ നേതാക്കന്മാരാണ് ജയിലിൽ കിടക്കുന്നത്. അവരെ തള്ളിപ്പറയാൻ ഈ നിമിഷം ഈ ചർച്ചയിലെങ്കിലും ഗോപൻ തയ്യാറാവോ? ഇന്നിപ്പോ അകത്ത് പോയിട്ടുള്ള ഈ ശങ്കർദാസ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും CPM-ആയിട്ട് ബന്ധപ്പെട്ടവരാ. ഒരു കോൺഗ്രസ്സുകാരൻ ജയിലിൽ പോയിട്ടില്ല. CPM-ന്റെ മുൻ MLA ജയിലിൽ കിടക്കുകയാണ്, ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുകയാണ്. നിങ്ങൾ ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോണ്ടായിരുന്ന APS മുൻ പഞ്ചായത്ത് അയ്യപ്പദാസ്, ഞാൻ നേരത്തെ പറഞ്ഞത് ഏത് പോയിന്റ് വരെ താങ്കൾ പ്രക്ഷേപണം ചെയ്തു എന്ന് എനിക്കറിയില്ല, ഏത് പോയിന്റിലാണ് ബ്രേക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇല്ല, താങ്കൾ സംസാരിച്ച അത്രയും ഓണർ പോയിട്ടുണ്ട് ശ്രീ സന്ദീപ്. അതെ, ഞാൻ പറയുന്നത് ഇപ്പം അന്വേഷണം ഏത് ഘട്ടം വരെ പോകുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല. ഈ ശബരിമലയുടെ ആവിർഭാവം മുതൽക്ക് അന്വേഷിക്കട്ടെന്നേ യാതൊരു തർക്കവും ആ കാര്യത്തിലില്ലല്ലോ. ഇവിടെ ഒരു കളവ് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ CPM-ന്റെ നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ അവരെടുത്ത് പ്രയോഗിക്കുന്ന ഒരു ഡിഫൻസ് മാത്രമാണ് പണ്ടുമുണ്ടായിരുന്നു എന്നുള്ളത്. പണ്ടുമുണ്ടായിരുന്നെങ്കിൽ പിടിക്കണം, ഒരു സംശയമില്ല, അന്വേഷിക്കണം, ആർക്കാണ് തർക്കമുള്ളത്, ഞങ്ങൾക്കതിന് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ഈ നിലവിൽ പിടിക്കപ്പെട്ട CPM-ന്റെ നേതാക്കന്മാരെ സംരക്ഷിച്ചുകൊണ്ട് അവരെ പാർട്ടിക്കകത്ത് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് ഏത് തരത്തിലുള്ള ന്യായീകരണവുമായിട്ടാണ് ഇവർ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അഭിമുഖീകരിക്കാൻ ഇവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്, ധാർമ്മിക അവകാശമാണുള്ളത്? ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇപ്പം ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഇവർ പറഞ്ഞ് സോണിയാഗാന്ധിയുടെ ബന്ധത്തെക്കുറിച്ച് പറയുന്നു. ഇതും BJP ഇതേ നറേറ്റീവ് അല്ലേ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റും പറയുന്നത്, അല്ലെങ്കിൽ K. സുരേന്ദ്രൻ പറയുന്ന ഇതേ കാര്യമല്ലേ? അപ്പൊ K. സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും ഇവിടെ ഇരിക്കുന്ന ഗോപനടക്കമുള്ള CPM നേതാക്കന്മാരും ഒരേ കാര്യവും കാരണവും ഇത് എങ്ങോട്ടെത്തിക്കാൻ രണ്ട് കൂട്ടരും ആഗ്രഹിക്കുന്നത്, ഇത് സോണിയാഗാന്ധിയിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ പുറകിലുള്ള മനഃശാസ്ത്രം കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാവും, ഇവർ തമ്മിലുള്ള ധാരണ മനസ്സിലാകും. BJP പ്രത്യക്ഷത്തിൽ കാര്യമായ സമരത്തിലൊന്നും ഇല്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് UDF ആണ് കാര്യമായിട്ട് സമരരംഗത്തുള്ളത്, കോൺഗ്രസ് ആണ് കാര്യമായി സമരരംഗത്തുള്ളത്. BJP ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു പിന്നോട്ട് പോക്ക് തന്നെ അവർ പുറത്തോട്ട് വിടുന്ന നറേറ്റീവ് നോക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഇതുമായി ബന്ധിപ്പിക്കാനും അതല്ലെങ്കിൽ ഇതിലൊരു പിന്നെ പുകമറ സൃഷ്ടിച്ചെടുക്കാനും വേണ്ടി CPM-നെ സഹായിച്ചത് ആരാ? രാജീവ് ചന്ദ്രശേഖറും അതുപോലെ സുരേന്ദ്രനുമാണ്. അപ്പൊ ഇവരെ നറേറ്റീവ് കുറച്ചുകൂടി ആഴത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അപ്പുറത്ത് സംഘപരിവാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇവരുടെ ഒരു തന്ത്രമാണ്. ആ തന്ത്രം കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായത് കൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ ഇവർ ഈ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന കാര്യം ഞാൻ നേരത്തെയും പറഞ്ഞു. അഹങ്കാരം കൊണ്ട് 10 വർഷം ജനങ്ങൾ പറഞ്ഞത് കേൾക്കാത്ത ആളുകൾ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോ ഇപ്പൊ ജനങ്ങൾക്ക് മുന്നിൽ പോകുന്നത് ഭീഷണിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതിലൊരു തർക്കവും വേണ്ട. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വാജി വാഹനത്തിന്റെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നമ്മൾ തന്ത്ര സമുച്ചയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങും അതുപോലെ രാഹുൽ ഈശ്വറൊക്കെ ഉന്നയിച്ചു. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീവരാഹത്തും കൊടുങ്ങല്ലൂരും ഒക്കെ ക്ഷേത്രത്തിലെ ഈ വാജി വാഹനവുമായി ബന്ധപ്പെട്ട വിധികളുണ്ട്, ഹൈക്കോടതിയിലെ വിധികളുണ്ട്. അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്, വിധികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അത് പരസ്യമായിട്ട് പട്ടാപ്പകൽ പരിപാടി നടത്തി കയ്യിലെടുത്ത് കൊടുത്തിട്ടുള്ള കാര്യമാണ്. അത് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന് 3 മാസം മുമ്പ് തന്ത്രി കത്തയച്ചതായിട്ട് ഞാൻ അറിയുന്നു. അപ്പൊ അതിൽ എന്താണ് ഏത് എലമെന്റിലാണ് എവിടെയാ പ്രശ്നമുള്ളത്? ഈ ദേവപ്രശ്നങ്ങൾ സംബന്ധിച്ച് അത് തട്ടിക്കൂട്ടാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് ഒരു പോലീസോ അതല്ലെങ്കിൽ ഒരു കോടതിയോ ഒക്കെ വിലയിരുത്തുകയെന്ന് എനിക്കറിയില്ല. അത് വിലയിരുത്തട്ടെ, അന്വേഷിക്കട്ടെ. ദേവപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം നടക്കുന്ന ഇത്തരം ദേവപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ടോ എനിക്കറിയില്ല. അവയെ അന്വേഷിക്കട്ടെ. പക്ഷെ അതിനെ ഏത് അർത്ഥത്തിൽ അതിനെ വിലയിരുത്തും, അതിന് എന്താണ് മാനദണ്ഡം എന്ന് എനിക്കറിയില്ല. ദേവപ്രശ്നം നടന്നു, അത് വിശ്വാസ സംബന്ധിയായിട്ടുള്ള കാര്യമാണ്. ദേവപ്രശ്നം നടക്കുന്നു, ആ ദേവപ്രശ്നത്തിൽ ഈ കണ്ടെത്തൽ നടക്കുന്നു. ആ കണ്ടെത്തൽ അനുസരിച്ച് പ്രവർത്തിക്കാനേ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിന് സാധിക്കുകയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയ കാര്യത്തിൽ പുതിയ കൊടിമരം സ്ഥാപിക്കണമെന്ന് കണ്ടെത്തുന്നു, അവിടെ ദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതനുസരിച്ച് അന്നത്തെ ഭരണസമിതി ഉമ്മൻചാണ്ടി സർക്കാരിലേക്ക് അപേക്ഷ കൊടുക്കുന്നു. ഉമ്മൻചാണ്ടി സാർ സൗജന്യമായി കോന്നിയിലെ ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്ന് അതിന് വേണ്ട തേക്ക് അനുവദിക്കുന്നു. മനസ്സിലാക്കണം, സൗജന്യമായി വനം വകുപ്പ് തേക്ക് അനുവദിക്കുന്നു, ഉമ്മൻചാണ്ടി സാർ അനുവദിക്കുന്നു. അങ്ങനെ തേക്ക് പമ്പയിലെത്തുന്നു. ആ സമയത്ത് ഭരണസമിതി മാറി അജയ് തറയിലെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ പ്രയാർ ഗോപാലിന്റെ ഭരണസമിതി വരുന്നത്. അവർ പമ്പയിൽ വന്ന തേക്ക് മാറ്റാതിരിക്കാൻ പറ്റില്ലോ. പമ്പയിൽ വന്ന തേക്ക് കൊണ്ടുവന്ന് അവിടെ പുതിയ കൊടിമര പ്രതിഷ്ഠ നടക്കുന്നു. അവിടെ അതിനെ പരിശോധിച്ച സമയത്ത് പഴയതിന് അടിയിൽ മുഴുവൻ കോൺക്രീറ്റ് ആയിരുന്നു. ആ കോൺക്രീറ്റ് ഭാഗം മുഴുവൻ ദ്രവിച്ച് ഇരുമ്പ് കമ്പികളെല്ലാം പുറത്തു വന്ന സാഹചര്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരുടെയും കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ താന്ത്രികമായിട്ട് തന്ത്ര സമുച്ചയം അടക്കമുള്ള നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, കേരളത്തിലെ കോടതികൾ വരെ ആധാരമാക്കുന്ന ഗ്രന്ഥങ്ങൾ, നേരത്തെ പല കോടതി വിധികൾക്കും ആധാരമായിട്ടുള്ള ഗ്രന്ഥം ആധാരമാക്കി ഒരു നടപടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെവിടെയാണ് തെറ്റുള്ളത്? അതിൽ എന്താ അന്വേഷണമാണ് നടക്കുന്നത്? അതിനി അന്വേഷണമെങ്കിൽ അന്വേഷിക്കട്ടെന്നേ, അതൊന്നും തർക്കമില്ല. പക്ഷെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ദ്വാരപാലക വിഗ്രഹം ഇളക്കിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്ത് ബാംഗ്ലൂരിലേക്ക് കൊടുത്തുവിടാൻ ആരാ നിങ്ങളോട് പറഞ്ഞത്? ആരാണ് കട്ടളപ്പാളി ഇറക്കി കൊടുക്കാൻ പറഞ്ഞത്? വീണ്ടും ഇയാൾ മോഷ്ടിച്ചു എന്ന് ബോധ്യപ്പെട്ട ശേഷം വീണ്ടും അവിടുന്ന് സാധനങ്ങൾ എടുത്ത് ഇയാളെ കയ്യിൽ കൊടുക്കാൻ നിങ്ങളെ ആര് നിർബന്ധിച്ചു? സോണിയാഗാന്ധി. UDF ഭരണസമിതിയുടെ കാലത്ത് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു കാര്യം നടന്നു എന്ന് ഈ നിമിഷം വരെ പ്രൂവ് ചെയ്യാനോ, ഈ നിമിഷം വരെ ഒരു കേസ് ഉണ്ടാക്കാനോ, അതുമായി ബന്ധപ്പെട്ട ഒരു സമൻസ് അയച്ച ഒരാളെ ചോദ്യം ചെയ്യാനോ പോലും കഴിയാത്ത ആളുകളാണ് ഇവിടെ ഇരുന്നിട്ട് വാചകടിക്കുകയാണ്. അതിലപ്പുറം എന്താ ഉള്ളത്? എങ്ങനെയെങ്കിലും 1 മണിക്കൂർ ചാനൽ ചർച്ചയിൽ പിടിച്ചു നിൽക്കണം, അതിന് വേണ്ടിയുള്ള അഭ്യാസം. അതിലപ്പുറം എന്താ ഉള്ളത്? ഈ അഭ്യാസമൊക്കെ അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ജിംനാസ്റ്റിക്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ കിട്ടുമായിരുന്നു. അതുപോലെയുള്ള അഭ്യാസം, അതുപോലെ മെയ്വഴക്കാ കാണിക്കുന്നത്. ഇനി അതൊന്നും സാധിക്കാതെ വരുമ്പോൾ അമ്പയറെ കയറി തെറി വിളിക്കുകയാണ്. ഈ ചർച്ചയുടെ അവതാരകനെ തെറി വിളിക്കണം. അതിലപ്പുറം എന്താ അവർക്ക് സാധിക്കുന്നത്? ഇതുപോലെയുള്ള വിശദീകരണമായിട്ട് ജനങ്ങൾക്കിടയിൽ പോയി കേരളത്തിലെ ജനങ്ങൾ എന്താണ് അയ്യപ്പദാസ? കേരളത്തിലെ ജനങ്ങൾ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണോ? കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിശക്തിയെ, മേധാശക്തിയെ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണല്ലോ എം എം മണി പറഞ്ഞത്, ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടും വാങ്ങി നക്കിയിട്ട് വോട്ട് ചെയ്തില്ല എന്ന് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ അധിക്ഷേപിച്ചില്ല എം എം മണി. അപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുത്താൽ ഉടനെ അത് ഞങ്ങളുടെ ഔദാര്യമാണ് എന്ന ഒരു ധിക്കാരത്തിന്റെ പുറത്തല്ലേ ഇവർ അങ്ങനെ പറഞ്ഞത്? ആ ധിക്കാരവും ആ ധാർഷ്ട്യവും ഒക്കെയാണ് ജനങ്ങള് ഇപ്പോ പടിക്ക് പുറത്തേക്ക് നിർത്തിയിട്ടുള്ളത്. അതിനാ ശിക്ഷ കൊടുത്തിട്ടുള്ളത്. ജനങ്ങൾ ഞങ്ങളെ എന്തിനു ശിക്ഷിച്ചു എന്ന് മനസ്സിലാക്കുകയാണ് അവർ ആദ്യം ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് മുന്നിലേക്ക് ന്യായീകരണം പറഞ്ഞു പോരുത്. ക്യാപ്സ്യൂളുകൾ വെതറിയാലൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കള്ളന്മാരാണെന്ന് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു വേണം നിങ്ങൾ കാശ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ PM ശ്രീയിൽ പോയി ഒപ്പിട്ടത്. അതുപോലെ വല്ലതും ചെയ്യ്. നിങ്ങൾ RSSുമായിട്ട് ധാരണ ഉണ്ടാക്കി അമിത്ഷാ പറഞ്ഞപ്പോ എല്ലാ സ്ഥലത്തും ഒപ്പിട്ട് കൊടുത്തില്ലേ? പാവം CPI-ക്കാരെ സംസാരിച്ചാൽ പോരെ? നിങ്ങൾ RSSന്റെ വിദ്യാഭ്യാസ അജണ്ട അവരവിടെ നടപ്പാക്കി കൊടുക്കുന്നവരല്ലേ? അതുപോലെ നിങ്ങൾ സംസാരിച്ച് തീർത്താ പോരെ? PM ശ്രീ പദ്ധതി ശരിയാക്കിയതുപോലെ RSSന്റെ വിദ്യാഭ്യാസ അജണ്ട ഇങ്ങോട്ട് വിളിച്ചേട്ടാ നിങ്ങൾ സഹായിച്ചതുപോലെ അങ്ങ് സംസാരിച്ച് തീർത്താ പോരെ? കരിവന്നൂർ തീർത്തതുപോലെ, കരിവന്നൂർ തീർത്തതുപോലെ, മാസംപടി കേസ് തീർപ്പാക്കിയതുപോലെ, കൊടകര തീർപ്പാക്കിയതുപോലെ, വയനാട് തീർപ്പാക്കിയതുപോലെ, കാസർഗോഡ് തീർപ്പാക്കിയതുപോലെ വയനാട്ടിലേക്കൊക്കെ പോയി സ്വാഭാവികമാണ് ഈ അന്വേഷണം എത്തുമ്പോൾ. നന്ദി ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ